എ പി സുന്നി വിഭാഗങ്ങൾക്കിടയിലേക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്കിടയിലേക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്കിടയിലേക്ക്, SDPIയുടെ നേതാക്കന്മാർക്കിടയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്ത ഈ പാർട്ടികളുടെയും ഭീകര സംഘടനകളുടെയും ഏജന്റ് മുഹമ്മദ് റിയാസ് ആണോ എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. നമസ്കാരം, ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. ശശികല ടീച്ചറും RV ബാബുവും മുഖ്യമന്ത്രിയും സുസ്മേരവദനരായി നിൽക്കുന്ന ചിത്രം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം എന്നാണ് ചിത്രം സഹിതം RV ബാബു പങ്കുവച്ചത്. റിയാസും വെടിപൊട്ടിച്ചു. 10 വർഷം പരിവാറുകാരെ കയറ്റിയിട്ടില്ലാത്ത ഓഫീസിൽ ഇപ്പോൾ പരിവാർ നേതാക്കൾ കയറി നിരങ്ങുന്നു എന്നാണ് റിയാസ് പറഞ്ഞത്. സംഘി റിക്രൂട്ട്മെന്റ് ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയോ? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. സർക്കാരിലാകെ സംഘികളോ? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഏത് സംഭവം ഉണ്ടായാലും അതിനെല്ലാം വർഗീയതയുടെ കണ്ണുകൊണ്ട് കാണുന്ന. ഇപ്പൊ ചൂരൽമല സംഭവം ഉണ്ടായാൽ അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ മരിക്കുന്നത് എങ്കിൽ അതിലൊരു സന്തോഷം രേഖപ്പെടുത്തുന്ന അത്ര ഭീകരമായ അപകടകരമായിട്ടുള്ള ഒരു നാവുള്ള വനിതയാണ് ശ്രീമതി ശശികല. നിന്റെ തന്ത വലിയ മജിസ്ട്രേറ്റായിരുന്നല്ലോ. ഏറ്റവും അവസാനം വന്ന ഗവൺമെന്റ് പ്ലിഗഡേഴ്സിന്റെ നിയമനം പോലും. അപ്പോ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എടുക്കാം, ധനകാര്യ വകുപ്പ് സെക്രട്ടറി എടുക്കാം, തുറമുഖ വകുപ്പ് സെക്രട്ടറി എടുക്കാം, ഇലക്ഷൻ കമ്മീഷണർ എടുക്കാം, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരെ എടുക്കാം. ഇവരെല്ലാവരും തന്നെ കേരളത്തിൽ ഇപ്പൊ ചർച്ചയായിട്ടുള്ളത് BJPയുടെ നോമിനികളാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ ഫലത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? നോർത്ത് ഇന്ത്യയുടെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ BJP കോൺഗ്രസും തമ്മിൽ ഒരു 2 കക്ഷികൾ എന്ന തരത്തിൽ തർക്കം മാത്രമേ ഉള്ളൂ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? മുഹമ്മദ് റിയാസ് കൃത്യമായിട്ട് ചോദിച്ചതുപോലെ ഇത്തരം കൂടിക്കാഴ്ചകൾ 10 വർഷത്തിനിടയിൽ ഇത്തരം ഡിമാൻഡുകളൊക്കെ വെച്ച് മുഖ്യമന്ത്രിയെ കാണുക എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാമോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ശ്രീ നന്ദു, ഈ VD സതീശൻ അവകാശ പത്രിക നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 2 മാസത്തിനിടെ സംഘപരിവാർ നിയമനങ്ങൾ, സംഘപരിവാർ നേതാക്കന്മാർ കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരു ഓഫീസായി CMO മാറുന്നു എന്നീ വിമർശനങ്ങൾ. ഇതിനകത്ത് താങ്കൾ ധരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളത് ശ്രീ PK ഗോപന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത്തരം ആളുകളെയൊന്നും അവർ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലൈൻ. ഇപ്പോൾ കുറച്ച് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളെ ചില പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും ഒക്കെ നിയമിക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ചർച്ച ഒരു സംഘിവൽക്കരണം എന്നുള്ള നിലയിൽ ഒരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഹിന്ദു നാമധാരികളായുള്ള ആളുകൾ എവിടെയെങ്കിലും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും പദവികളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചാപ്പ കൊടുത്ത് സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയിട്ട് ഇവിടെ എന്തോ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു മതേതരത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന നിലയിലാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾക്കിതിലൊന്നും ഞാൻ ആദ്യമേ തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയാം. ഇത്തരം ആളുകൾ നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രീണനത്തെയൊന്നും ഞങ്ങൾ ഒരു തലത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ കഴിവുള്ളവരെയും രാജ്യസ്നേഹികളെയും രാഷ്ട്രത്തിനോട് കൂറുള്ളവരെയും വിദ്യാസമ്പന്നരെയും ഒക്കെ നിങ്ങൾ സംഘി ചാപ്പ കൊടുക്കുകയോ BJP ചാപ്പ കൊടുക്കുകയോ RSS ചാപ്പ കൊടുക്കുകയോ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അത്തരം ആളുകളൊക്കെ നാളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം അവർ നിർമ്മാണം നടത്തിക്കോട്ടെ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അത്തരം പ്രസ്താവനകൾ യാതൊരു തരത്തിലും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു ഹിന്ദു നാമധാരി ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുമ്പോൾ ഉടനെ തന്നെ എന്തിനാണ് മുഹമ്മദ് റിയാസിന് ഹാലിളകുന്നത്? മുഹമ്മദ് റിയാസിന് ഹാലിളകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് കടന്നു പറയാം. ഇപ്പം ശശികല ടീച്ചറെ കോട്ട് ചെയ്തുകൊണ്ട് ശ്രീ PK ഗോപൻ പറഞ്ഞല്ലോ ചില വാക്കുകൾ, അവരെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ PK ഗോപനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ കാണുന്ന വ്യക്തി രാജ്യത്ത് ഒരു നിയമ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവാദനായിട്ടുള്ള ഈ നാട്ടിൽ കമ്മ്യൂണൽ റൈറ്റ്സിന് നേതൃത്വം കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിക്ക് അടുത്ത് നിൽക്കുന്നത് PK ഗോപന്റെ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ സഖാവ് പിണറായി വിജയനും മദനിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണിത്.
ആ മദനിയോട് കുശലാന്വേഷണം നടത്തുന്ന പിണറായി വിജയനെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആരാണ് മദനി? മദനിക്കെതിരെ ഒരു വാക്ക് നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതിനും വലതിനും ചേർന്ന് അത് നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു കേരളം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയാ. മുഹമ്മദ് റിയാസിന്റെ സമയം കിട്ടുമ്പോൾ, ചേട്ടാ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. മുഹമ്മദ് റിയാസിന്റെ സമയം കിട്ടുമ്പോൾ സ്വന്തം അമ്മായി അച്ഛനായിട്ടുള്ള പിണറായി വിജയനോടോ CPM-ന്റെ നേതൃത്വത്തോടോ പറഞ്ഞു കൊടുക്കണം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെക്കാളും തീവ്രവാദ സ്വഭാവമുള്ള ആരും ഈ കേരളത്തിനകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ശ്രീ PK ഗോപന് സമയം കിട്ടുമ്പോൾ PK ഗോപനും പറഞ്ഞു കൊടുക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ നിങ്ങൾ ഈ നാട്ടിലെ വർഗീയവാദികളെയും തീവ്രവാദികളെയും ഒക്കെ താലോലിച്ച് കൊണ്ടു നടന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയാണ് ഞാൻ ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അതിനെയൊക്കെ നിങ്ങൾ അങ്ങ് അവരെയൊക്കെ അകറ്റി നിർത്തേണ്ടവരാണ്. ഭരണത്തിൽ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മുഴുവൻ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന നിലപാട്, അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില രാഷ്ട്രീയം അതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. കാന്തപുരത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളോ അദ്ദേഹത്തിന്റെ എതിർപ്പുകളുടെ ഭാഗമായി നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ സ്കൂളുകളുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് നിമിഷ നേരം കൊണ്ട് തിരുത്തിയ പാർട്ടിയാണ് PK ഗോപൻ വന്നിരുന്ന് ന്യായീകരിക്കുന്ന പാർട്ടി. അങ്ങനെ മത സാമുദായിക സംഘടനകളുടെ മുന്നിൽ മുട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എന്ത് അധികാരമാണുള്ളത് ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്കെതിരെ പറയാൻ? ഒന്നാമത്തെ വിഷയം. പോയി ചത്തുടടാ. രണ്ട്, ഞാൻ ചോദിക്കുന്നത് ഹിന്ദു നാമധാരികൾ ഒരു ചുമതലയിലേക്ക്, സർക്കാർ ചുമതലയിലേക്ക് വരുന്നതിനെ എന്തിനാണ് CPM ഭയപ്പെടുന്നത്? എന്തിനാണ് മുഹമ്മദ് റിയാസ് ഭയപ്പെടുന്നത്? അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും സർക്കാരിന്റെ മേജർ പോസ്റ്റുകളിലേക്ക് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസ് എന്ന ചോദ്യം ഞങ്ങൾക്കുണ്ട്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. AP സുന്നി വിഭാഗങ്ങൾക്കിടയിലേക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്കിടയിലേക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്കിടയിലേക്ക്, SDPIയുടെ നേതാക്കന്മാർക്കിടയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊടുത്ത ഈ പാർട്ടികളുടെയും ഭീകര സംഘടനകളുടെയും ഏജന്റ് മുഹമ്മദ് റിയാസ് ആണോ എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് റിയാസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇത്തരം ഭീകരവാദികളെ കണ്ടപ്പോൾ എവിടെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ നാവ്? മുഹമ്മദ് റിയാസിന്റെ നാവ് അമ്മായച്ചന്റെ അലമാരയിൽ എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചോദിക്കേണ്ടതുണ്ടെന്നേ. ഇവിടെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ കാണുന്നത് തെറ്റ് എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് സ്വന്തം അമ്മായി അച്ഛനായിരുന്ന സഖാവ് പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ കണ്ടപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ കണ്ടപ്പോൾ, അങ്ങനെയുള്ള ആളുകളെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇവരെയൊക്കെ അകറ്റി നിർത്തേണ്ടവരാണെന്ന് പറഞ്ഞില്ല? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ കണ്ടത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അബ്ദുൽ നാസർ മദനിയെയും അബ്ദുൽ കലാമിനെയും ഒരു ത്രാസിലിട്ട് തൂക്കാമെന്ന് CPM കരുതണ്ട. ഞങ്ങൾക്ക് കൃത്യമായി അബ്ദുൽ നാസർ മദനി അർഹിക്കുന്ന നിലപാട് പറയാനും അബ്ദുൽ കലാമിനെ എങ്ങനെയാണോ ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, അത് സ്വീകരിക്കാനുമുള്ള രാഷ്ട്രീയ പക്വതയുള്ള പാർട്ടിയാണ് നന്ദു. പിന്നെ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?